വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടില് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. ആ ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ശേഷം വലിയൊരു വീഴ്ച താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീണതിന് ശേഷം റിക്കവറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പക്ഷേ സപ്പോർട്ട് എടുക്കാനായിരിക്കാം. അങ്ങനെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും റെസിസ്റ്റൻസ് ലെവൽ അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പ്രൈസ് എന്ന് വരുന്നത് 104,838 ആണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇന്നലെ മാർക്കറ്റ് വന്ന് എടുത്തിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 101,432 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ഏരിയ, ഇവിടെ നല്ലൊരു ഏരിയ കാണുന്നുണ്ട്. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം. 99,358 അതുപോലെ 95,952 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത സ്ഥലമാണ്. അപ്പൊ ഇന്നലെയും അവിടേക്ക് തന്നെ വന്ന് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിവേ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 107,000 അതുപോലെ 105,173 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 അവറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ ഒരു എഫ്ഇജി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഫ്ഇജി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് 1 അവറിൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു എഫ്ഇജിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 100,593 അതുപോലെ 99,644 ആണ്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ലെവലാണ്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 94,023 അതുപോലെ 92,193 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം വലിയൊരു ഒരു റിവേഴ്സൽ പാറ്റേൺ ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ സപ്പോർട്ടൊക്കെ എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട്. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട് 50 മിനിറ്റ്സ് ആയതുകൊണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് 103,130 അതുപോലെ 102,713 ആണ്. അതേപോലെ തന്നെ ഇവിടെ താഴെ ഒരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടച്ച് ഉള്ള ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. കറന്റ്ലി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ തരികയാണ്. റിവേഴ്സൽ പാറ്റേൺ തരിക എന്ന് വെച്ചാൽ നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു ചെറിയ റീടെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയ റീടെസ്റ്റ് മാത്രമല്ല നല്ലൊരു സ്ട്രോങ് ആയിട്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കൺസോളേഷൻ നടന്ന ഏരിയ ആണ്. അപ്പൊ സ്ട്രോങ് ആയിട്ട് വരികയാണ് വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. ഒന്നല്ലെങ്കിൽ എഫ്ഇജിയിലേക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം. അല്ല ഒരു വീക്ക് റീടെസ്റ്റ് ആണ് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം നിൽക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ലെവലിൽ തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്.
ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ ബോർഡർ വരാനും സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് വീണ്ടും പോവാം. അങ്ങനെയാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് എന്ന് പറഞ്ഞ FEG ബ്രേക്ക് ചെയ്യലാണ്. FEG ബ്രേക്ക് ചെയ്ത് വന്ന് ഈ ഒരു ലെവലിലെ ബോർഡറിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി ഒന്ന് മുകളിലോട്ട് നമുക്ക് ഏറെക്കുറെ FEG ലെവൽ അല്ലെങ്കിൽ ഈ ലെവലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. FEG ലെവലിൽ നിന്ന് വലിയൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് വരികയാണ്, അതായത് ഒരു ബെയറിഷ് കൺഫർമേഷൻ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ടേക്ക് തന്നെ എടുക്കാം. ഇവിടേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബോർഡറിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് BTCയുടെ ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ കീ ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.